Makeup. Touch up. Oh, sorry, നമ്മൾ തന്നെയാണല്ലോ. Camera okay അല്ലേ? സിനിമാറ്റോഗ്രാഫർ ആ ക്യാമറ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യൂ. സ്വന്തമായിട്ട് ക്യാമറ അഡ്ജസ്റ്റ് ചെയ്തു, സ്വന്തമായിട്ട് റെഡിയായി, സ്വന്തമായിട്ട് ചിറ്റൊക്കെ ഉണ്ടാക്കി. ഓവർ സ്മാർട്ട് എന്നൊക്കെ പറഞ്ഞു. ഞാൻ വെള്ളം ഞാൻ ഇത് തുറന്ന് തലയിലോട്ട് അങ്ങ് ഒഴിച്ചു തരും. ഹലോ ദേർ. ഞാൻ വിളിച്ചു ഓക്സ് കേബിളിനെ കുറിച്ച്. എനിവേസ്, ഇന്ന് നമ്മൾ ഒരേ ഉടുപ്പിട്ട്, ഒരേ ഉടുപ്പല്ല, ഒരേ പോലത്തെ ഒരേ കടയിൽ നിന്ന് വാങ്ങിച്ച് ഇച്ചിരി വ്യത്യാസമുള്ള പ്രിൻ്റുള്ള ഇങ്ങനെ രണ്ട്, ഇറ്റ്സ് എ കാഫ്താൻ ആക്ച്വലി. അങ്ങനത്തെ ഒരേ ഉടുപ്പൊക്കെ ഇട്ട് വളരെ ജോഷിൽ നമ്മൾ ഇരിക്കുന്നത് എന്തുകൊണ്ടാണ് പറയൂ. ഇറ്റ്സ് ഫ്രണ്ട്ഷിപ്പ് ഡേ, റൈറ്റ്? സോ ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ. ഇത് ഏതോ സിനിമയിൽ കണ്ടിട്ടുണ്ടല്ലോ. ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ ആയത് കാരണം ഒരു ഫ്രണ്ട്ഷിപ്പ് ഡേ സ്പെഷ്യൽ വീഡിയോ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ കുറേ നാളായിട്ട് ചെയ്യണം എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നതാണ്. ഇൻഫാക്ട് നമ്മൾ ഒരു 2 weeks മുമ്പ് കൊച്ചി പോയ സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, നമ്മൾ ഡ്രൈവ് ചെയ്ത പോയ കാറി വെച്ച് ചെയ്യാം. പക്ഷെ മറന്നുപോയി, ഓർത്ത പോലും ഇല്ല. We were lazy also. So നമ്മൾ വിചാരിച്ചു ഇന്ന് ഫ്രണ്ട്ഷിപ്പ് ഡേ അല്ലേ, സോ what better day than today to play this game which is called who knows how well do we know each other? Feet Rhea and Ahaana. That's correct. അപ്പോൾ ഈ ഗെയിം എങ്ങനെയാന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഒരു ലോഡ് ചോദ്യങ്ങളുണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ ഇതെടുത്തിട്ട് നമ്മൾ ചോദ്യം ചോദിക്കും. അപ്പോൾ ഞാൻ എന്നെ കുറിച്ചൊരു ചോദ്യം ചോദിക്കുമ്പോഴത്തേനും അതിൻ്റെ ഉത്തരം ഞാൻ ഇതിലും റിയ അതിലും എഴുതും. പക്ഷെ നമുക്ക് തമ്മിൽ അറിയത്തില്ല. എന്നിട്ട് നമ്മൾ കാണിക്കും, എന്നിട്ട് നമ്മൾ നോക്കും സെയിം ആണോ എന്നുള്ളത്. സെയിം ആണെങ്കിൽ നമ്മളുടെ ഫ്രണ്ട്ഷിപ്പിന് ഒരു പോയിന്റ് കിട്ടും. സെയിം അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ട്ഷിപ്പിന് ഒരു പോയിന്റ് കിട്ടത്തില്ല. എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യും. കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ബേസിസിലായിരിക്കും. അതായത് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കും, നമ്മൾ എത്ര എണ്ണം കറക്റ്റ് പറഞ്ഞു എന്ന് നോക്കും, എത്ര എണ്ണം റോങ് പറഞ്ഞു എന്ന് നോക്കും. എന്നിട്ട് കറക്റ്റ് ആൻസേഴ്സ്, ഇപ്പോൾ നമുക്ക് 30 ചോദ്യങ്ങളാണുള്ളത്. അപ്പോൾ കറക്റ്റ് ആൻസേഴ്സ് 25-ൽ ഉപരി 25+ കറക്റ്റ് ആൻസേഴ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ട്ഷിപ്പിന് നമ്മളൊരു ഗോൾഡ് മെഡൽ കൊടുക്കുന്നതായിരിക്കും. 20 മുതൽ 25 വരെ കറക്റ്റ് ഉത്തരങ്ങളാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ നമ്മൾ നമ്മുടെ ഫ്രണ്ട്ഷിപ്പിന് ഒരു സിൽവർ മെഡൽ കൊടുക്കുന്നതായിരിക്കും. 10 മുതൽ 20 കറക്റ്റ് ആയിട്ടുള്ള ഉത്തരങ്ങളാണ് നമ്മൾ പറയുന്നതെങ്കിൽ നമ്മുടെ ഫ്രണ്ട്ഷിപ്പിന് ഒരു ബ്രോൺസ് മെഡൽ കൊടുക്കുന്നതായിരിക്കും. 10-ൽ കുറവ് ശരിയായ ഉത്തരങ്ങളാണ് പറയുന്നതെങ്കിൽ നമ്മൾ ഈ ഫ്രണ്ട്ഷിപ്പ് ഇവിടെ വേണ്ടെന്നങ്ങ് വയ്ക്കും. സോ ദാറ്റ്സ് ദ ഡീൽ. അപ്പം ഈ കളിയുടെ അവസാനം എത്തുമ്പോഴത്തേക്കും ഇതിൻ്റെ ഒരു അവസ്ഥ എന്തായിരിക്കും എന്ന് അറിയാത്തതിനാൽ ഈ ഫ്രണ്ട്ഷിപ്പ് ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ടുപേരും ഫ്രണ്ട്ഷിപ്പ് ബാൻഡ് കെട്ടുന്നൊരു ചെറിയ ചടങ്ങുണ്ട്. അത് ഗെയിം തുടങ്ങുന്നതിന് മുൻപ് തന്നെ വെക്കാമെന്ന് വിചാരിച്ചു. കാരണം അവസാനത്തേക്ക് എത്തുമ്പോൾ കാലാവസ്ഥ മാറിയാലോ. സോ ലെറ്റ്സ് ഡു ഇറ്റ്. സോ നമുക്ക് തന്നെ ഒരു പെറ്റ് നെയിം ഇട്ടിട്ടുണ്ട്, വിച്ച് ഈസ്, ഞാൻ റിയനെ വിളിക്കില്ല, പക്ഷെ നമ്മൾ പറയുമ്പോൾ പറയും ടുട്ടു. ഞാൻ അമ്മൂനെ വിളിക്കും ബുബു. ഈ ബുപ്പുവിന് കുറെ വേരിയേഷൻ. ഞാൻ റിയനെ ടുട്ടു, അതെന്റെ ചാറ്റിൽ ഞാൻ റിയ ടുട്ടു എന്നാണ് സേവ് ചെയ്തിരിക്കുന്നത്. ഞാൻ അത്രയും. പക്ഷെ റിയ ബുപ്പുവിനെ വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്നത്. ഇപ്പൊ റിയ ചിലപ്പോ എന്താ ബുപ്പു പക്ഷെ വളരെ സീരിയസ് ആയിട്ട് റിയ വിളിക്കും. അപ്പൊ നമ്മൾ ആ പേരാണ് ഫ്രണ്ട്ഷിപ്പ് ബാൻഡിൽ എഴുതി വെച്ചിരിക്കുന്നത്. All right, so friendship band keti kayinju and it's now game time. Are you ready? Yes, I am. So one more. So why don't you start? Thodangikko. So baby rashikana gold onnu illengil oru silver engil kittane. Do I handle serious situations well? Do you handle serious situations well? Ready with your answer? Yep. Oh wow. Correct. ഞാൻ എഴുതിയത് എന്താന്ന് പറഞ്ഞാൽ വെരി സീരിയസ് സിറ്റുവേഷൻസ് യെസ്, ഫണ്ണി സീരിയസ് സിറ്റുവേഷൻസ് നോ എന്ന് പറഞ്ഞാൽ ശരിക്കുള്ളൊരു സീരിയസ് സിറ്റുവേഷൻ ആണെങ്കിൽ റിയ കറക്റ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യും. പക്ഷെ ഒരു കോമഡി സിറ്റുവേഷൻ, അത് ഞാൻ റിയ പ്രസന്റ് ആണെങ്കിൽ നമുക്ക് ചിരി വരും. റിയ എഴുതിയത് ജനറലി യെസ്, ഇൻ യുവർ പ്രസൻസ് നോ.
അപ്പൊ കറക്റ്റ് ആൻസേഴ്സിന്റെ അവിടെ നമുക്ക് 1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ക്യാൻ ഐ കുക്ക്? ഓക്കെ, റിയ 2 ഓപ്ഷൻ എഴുതി കേട്ടോ, ഞാൻ ഒന്നേ എഴുതിയുള്ളൂ. ഐ റോട്ട് മാംഗോ സ്റ്റിക്കി റൈസ്, യു റോട്ട് മാംഗോ സ്റ്റിക്കി റൈസ് ആൻഡ് ഹോസ്റ്റൽ ആൻറ്റീസ് ചിക്കൻ കറി, വിച്ച് ഇസ് ഓൾസോ പെർഫെക്റ്റ്. ഹോസ്റ്റൽ ആൻറ്റിയുടെ ചിക്കൻ കറിക്ക് പിന്നെ എനിക്ക് റെഫറൻസ് പോയിന്റ് ഒക്കെ നോക്കി ഉണ്ടാക്കാൻ പറ്റും. മാംഗോ സ്റ്റിക്കി റൈസ് ആകുമ്പോൾ പിന്നെ അറിയും, കണ്ണടച്ചുണ്ടാക്കാം. സോ വി ഹാവ് എ പോയിന്റ്. ആക്ച്വലി ഈ ക്വസ്റ്റ്യൻ നിനക്ക് കിട്ടിയത് നന്നായി. അതാ റിയ ഒരു കുക്കല്ലേ. I want to do. Describe me in 3 words. അയ്യോ ഇത് നമ്മൾ ടഫ് ആവൂടാ. ഒരു 2 കറക്റ്റ് കിട്ടിയാലും മതി. I've written funny, caring, sensitive. Sensitive was a word I was looking at. Oh, thank God. But you wrote 4, but anyways. Last നോക്കിയില്ലേലും കുഴപ്പമില്ല. Caring, honest, funny, loyal. പക്ഷെ സെൻസിറ്റീവ് ആണ് കറക്റ്റ്. ഞാൻ ആ വേർഡ് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നു, മറന്നുപോയി. Good. So you wrote caring, honest. Your first 3 had caring and funny. Yeah. So I think we get a point, right? Of course. Yeah, of course. Oh, better than we thought. I was so stressed. What is your favorite memory of us? ഞാൻ ഒരു മെമ്മറിനാണ് എഴുതിയിരിക്കുന്നത്, പക്ഷെ ഞാൻ ഇച്ചിരി എലാബറേറ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. I wrote, oh shit. Oh, actually. I wrote Goa trip നമ്മൾ പോയപ്പോൾ. Goa trip as it is was a very fun memory. അതില് റിയ എനിക്കൊരു ഡെയർ തന്നായിരുന്നു. ഞാനൊരു തൊപ്പിയൊക്കെ വെച്ച് ഇങ്ങനെ കോമാളിയായിട്ട് നടന്നൊരു സാധനം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. But that one, yeah. I wrote that. അത് നല്ലതായിരുന്നു. But റിയ കുറച്ച് walk down the memory. നമ്മളൊരു ടൈം ലൈൻ കൊടുക്കണമായിരുന്നു. സോ ഞാൻ ബേസിക്കലി സ്കൂൾ ഐ ഹവ് ജസ്റ്റ് റിട്ടൺ ഇറ്റ് ആസ് പാർട്സ്. ഓക്കെ, സ്കൂൾ മെമ്മറി, ബങ്കിങ് ക്ലാസ്, ബയോ ലാബ്, സോഫി ടീച്ചർ. സോ ഇതെന്താന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കര നല്ല കുട്ടികളായിരുന്നു, പക്ഷെ ചട്ടമ്പികളായിരുന്നു. സോ എന്ന് പറഞ്ഞാൽ just between us. For one fun thing. Obviously, ചട്ടമ്പി in the sense ക്ലാസിക് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ആർക്കും ക്ലാസ്സിൽ കയറാൻ ഇഷ്ടമല്ലല്ലോ. സോ ബേസിക്കലി നമുക്ക് കുറേ ക്ലാസ് ബങ്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, എന്നാലും ബങ്ക് ചെയ്യുമ്പോൾ ഒരു സന്തോഷം. അങ്ങനെ അസംബ്ലി നടക്കുന്ന സമയത്ത് ഒരു സമയത്ത് ബ്ലൂ ഹൗസ് സ്റ്റുഡൻസ് ആയിരുന്നു ഡിസിപ്ലിൻ ലീഡേഴ്സ്. അപ്പം നമ്മൾ എവിടെയെങ്കിലൊക്കെ നിർത്തും. ലൈക്ക് സ്റ്റേ കേസിൻ്റെ അവിടെയാണ് this person has to be there. നമ്മൾ രണ്ടുപേരും എപ്പോഴും ആ മൂലയിലും ഈ മൂലയിലും നിർത്തും, കാരണം we have to make sure everyone's disciplined. പക്ഷെ നമ്മൾ അവിടെ നിന്ന് സംസാരിക്കാൻ പാടില്ല. സോ അന്ന് ഫോർ സം റീസൺ നമ്മൾ ആ സമയത്ത് ഡിസിപ്ലിൻ ലീഡേഴ്സ് ആയിരുന്നു നമ്മൾ രണ്ടുപേരും ബയോ ലാബിൻ്റെ അകത്ത് കയറി നമ്മൾ ചുമ്മാ സംസാരിക്കാനായിരുന്നു. അങ്ങനെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ നമ്മുടെ ബയോ ലാബിൻ്റെ ഡോർ ഇങ്ങനെ തുറന്നു. നമ്മളൊരു ടീച്ചർ ഇങ്ങനെ ബയോ മാം ഇങ്ങനെ തുറന്ന് get out. What are you doing here? Get out. Go for the assembly. നമ്മളിങ്ങനെ എങ്ങനെ കണ്ടുപിടിച്ചെന്നാണ് എനിക്ക് മനസ്സിലായത്. കറക്റ്റ് ബയോ ലാബില്. എനിവേ അത് ഈ ഇടയായിട്ട് 2-3 തവണ ഞാൻ ആലോചിച്ചു ഇൻസിഡന്റ് ആയതുകൊണ്ടാണ്. അത് ആക്ച്വലി ഷുഡ് ഹാവ് ബീൻ something that it's okay when you've known someone for too long, there's too many good memories. Yeah. So I'm happy we flopped at that. Yeah, of course. When we are 85 years old, what will we be doing together? Ready? Yeah. Show me. Eating endonu? Gamma. Yum food. I recently sent you 2 old women. Yeah, I mean, okay, I probably meant sitting in a cafe in some place we travel to. Okay, ഞാൻ എഴുതിയത് sitting in a cafe, laughing, eating, gossiping, watching movies, etc. Basically ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാം. Read your answer. Half point ഇടാം. Traveling to different countries and eating yum food. Yeah. How many I've sent you? ഇല്ല, പക്ഷേ yours is in a traveling mode. Mine is in one. See, at 85 we would be sitting somewhere, dude. We wouldn't be like traveling. I want to travel. എന്തായാലും നമുക്ക് അത് തെറ്റി. Allah, I really think they are still very related. Dude, your main point is traveling. My main point is sitting. And നമ്മൾ കൊടുത്താൽ നമ്മൾ cheating ആയി പോകും. See, we may not have gotten a point, but we don't cheat. ഈ ക്വസ്റ്റ്യൻ വന്നപ്പോൾ ഞാൻ ഭയങ്കര കോൺഫിഡന്റ് എന്തായാലും കറക്റ്റ്. അത് ഒറ്റ വാക്കി എഴുതി വെച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. സാരല്ല.
if I died, what would you want of mine? Of yours. Yeah. So you have to say what I would want to take. Of mine, yeah. എനിക്ക് ശരിക്കും I wrote some dresses of mine for like smell and like to make like a blanket. What did you write? Show. every memory you have collected of ours. As in Like? you, like നമ്മൾ രണ്ടുപേരും പോയി മേടിച്ച സാധനങ്ങൾ ഓർ ലൈക്ക് ഇപ്പം നമ്മൾ മോൾഡീവ്സിൽ പോയപ്പോൾ ഉള്ള മണ്ണ്. നമ്മൾ Basically, we got it wrong. fridge magnet. Yeah. But this also, I think, I just didn't want to think in depth, മനസ്സിലായോ? ഇനിയിപ്പോൾ അങ്ങനെ പറഞ്ഞാൽ വിശ്വസിക്കാം. എടാ നമുക്ക് നിർത്താം. Means It's okay, we just have to perform better. actually I think easy questions clear ആയിട്ട് പറയാൻ പറ്റുള്ളൂ. Okay, so we got that also wrong. My friendship band is coming out. Yeah, look clearly. Is it a sign? Is it a sign? What to you? To me. Eh? What do you? Sorry teacher, English that. What do you consider the ultimate comfort food? Get it on. Sure. Yeah, you've written rice and dal. I've just made it really perfect, like being very Curd. specific. Rice, dal, pickle, chicken 65, curd. Yeah. Yeah. But rice and dal are Yeah, yeah. അത് നമുക്ക് പോയിന്റ് ആട്ടോ. നമ്മുടെ രണ്ടുപേരുടെയും ഫേവറേറ്റ് ഫുഡാണ്. റൈസ് ആൻഡ് ഡാൾ ആണെങ്കിലും മതി, പക്ഷേ ബഡ്ജറ്റ് ഇച്ചിരി കൂടുതലുണ്ടെങ്കിൽ curd, പാപ്പടം. but I don't like pickle. I don't know why you said pickle. Oh. I like fish pickle. അത് പിക്കിൾ അല്ലേ പിന്നെ? ചിക്കൻ 65 you like, no? Love. Yeah. We have a But point. actually വേറെ ഒന്നും ഇല്ലെങ്കിലും റൈസും റൈസ് ആൻഡ് ഡാൾ, yeah. അതാണ് ഇൻഡിഗോയിൽ ഒരു ഇത് കിട്ടും. ഫ്ലൈറ്റിന്റെ അകത്ത് പാക്ഡ് റൈസ് ആൻഡ് ഡാൾ കിട്ടും. We love it. Thank God. We have a point, yeah. വണ്ണിട് ഇനി ഓവറായിട്ട് ഹൈഫൈ ഒന്നും ചെയ്യണ്ട. Who was my biggest crush when I was younger? You better get this right. I'm really language. ഒരു ക്ലൂ തരാം. ക്ലൂ കൊടുത്തോട്ടെ. Wait. Younger as in ഒരു ടൈം ഫ്രെയിം തരോ? യങ്ങർ എന്ന് പറഞ്ഞാൽ ഒരു സ്കൂളിൽ പഠിക്കുമ്പോ ഒരു 3ാം ക്ലാസ് 4ാം ക്ലാസ് തൊട്ട് ഒരു 10ാം ക്ലാസ് 11ാം ക്ലാസ് വരെ. പറയട്ടോ. ഇന്നോ അല്ല ഞാൻ ചുമ്മാ ഓവർ ആവാൻ നോക്കുന്നത്. ക്ലൂ ഇല്ലാണ്ട് എഴുതിയാൽ അതായിരിക്കും നല്ലത്. വേണ്ട പറയണ്ട. ആക്ടർ തന്നെ ആയിരിക്കും അല്ലേ? ഓക്കെ. സിദ്ധാർത്ഥ്, നമ്മുടെ ബോയ്സിലെ സിദ്ധാർത്ഥ് ഇല്ലേ? അയ്യോ, എന്റെ ഒരു കാലഘട്ടത്തിലെ വേണമട എന്റെ ഭയങ്കര ക്രഷായിരുന്നു. ഭയങ്കര ക്യൂട്ട് ആയിരുന്നു അല്ലേ? ക്യൂട്ടായിരുന്നു സിദ്ധാർത്ഥിനെ കാണാൻ. ഭയങ്കര ക്രഷായിരുന്നു. ഒരു പോയിന്റിൽ അതങ്ങ് പോയി. ബട്ട് ഫോർ എ വെരി ലോങ് ടൈം, ലൈക്ക് ഒരു 10 years മേ ബി, ഒരു 10 വർഷ കാലയളവിൽ എൻ്റെ ഭയങ്കര ക്രഷായിരുന്നു സിദ്ധാർത്ഥ്. സിദ്ധാർത്ഥ് മാത്രമല്ല, സിദ്ധാർത്ഥിനെ പോലെ ഇരിക്കുന്ന, സിദ്ധാർത്ഥിന്റെ സാമ്യം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ എനിക്ക് അവരെയും വളരെ ഇഷ്ടമായിരുന്നു. എനിവേസ്, കമ്മിങ് ബാക്ക്. Okay, next question is, do I have a hidden talent no one knows about? Yeah. Saying funny jokes and making yourself a fool. Yeah, I'm very funny. Rhea is very funny. I'm actually very funny. റിയനെ ഒരു ബേസിക് ലെയറിൽ അറിയാവുന്ന ആൾക്കാർ വിചാരിക്കും റിയ ഒട്ടും അധികം ഓവറായിട്ടൊന്നും സംസാരിക്കാത്ത വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരാളാണെന്ന്. പക്ഷെ റിയനെ കുറച്ചൊന്ന് അറിഞ്ഞു വരുമ്പോൾ മനസ്സിലാവും ദാറ്റ് ഓ ഷീ കൻ ആക്ച്വലി സേ ജോക്സ്. പിന്നെ റിയനെ വളരെ നന്നായി അറിഞ്ഞു കഴിയുമ്പോൾ മനസ്സിലാവും ദാറ്റ് റിയ കൻ സംടൈംസ് ബി വെരി ഫണി ബൈ മേക്കിംഗ് ഹെർസെൽഫ് എ ബിഗ് ഫൂൾ. യാ, സോ ഷീ ഈസ് വെരി ഫണി സംടൈംസ്. അത് റിയയുടെ ഒരു ഹിഡൻ ടാലന്റ് ആണ്. നോട്ട് ഹിഡൻ എനി മോർ ഐ സപ്പോസ്. കാണണമെങ്കിൽ ഭയങ്കര ലക്കി ആയിരിക്കും. അതെ, നിങ്ങൾ ഭയങ്കര ലക്കി ആണെങ്കിൽ റിയയുടെ ആ സൈഡ് കാണാൻ പറ്റും. ഇപ്പൊ എന്റെയൊക്കെ ആ ഒരു സൈഡ് കാണാൻ നിങ്ങൾ അധികം ലക്കി ആവണ്ട. ബിക്കോസ് യുനോ ഞാൻ ഐ ഓൾവേസ് മേക്ക് എ ഫുൾ ഔട്ട് ഓഫ് മൈ സെൽഫ്. ബട്ട് റിയ അങ്ങനെയല്ല, വളരെ സ്പെഷ്യൽ സാഹചര്യങ്ങളിലേ ഉള്ളൂ. ബട്ട് കമ്മിങ് ടു ദ പോയിന്റ്, യു ഗോട്ട് ഇറ്റ് റൈറ്റ്. Did I put a point? No, you didn't put. I didn't. I think ഇതിന് 2 point ഉണ്ട്. കോൺഫിഡൻസ് കൂടിയാണ്. Do you believe in having one best friend? Does Ahaana believe? Does Ahaana believe in having just one best friend? Don't copy. I'm already done. ഇത്രയ്ക്ക് എന്താ എഴുതാൻ?
Yeah. The answer is no. Your answer is read your answer. You read. No. Few For different reasons. For different പല reasons. reasons എന്നല്ല, you have. But I am the BFF. Okay. Yeah. I'm closest to you. സ്വന്തമായിട്ട് എനിക്കിത് But പറയുമ്പോൾ the answer is no. I don't believe in having just one best friend. So do you, right? yeah, but എനിക്ക് 1000 best friends ഉണ്ടാവുന്നല്ല. പക്ഷെ ഞാനാണ് main. അതിന്റെ അപ്പുറം ഇല്ല, വേണ്ട. ബാക്കിയെല്ലാം ചിന്ന വീട്. അതെനിക്ക് ഇഷ്ടമായി. റെഡി? ഇത് എനിക്ക് കുറച്ചധികം ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട്. ചിന്ന വീട്. ജസ്റ്റ് ഫൈൻ, റൈറ്റ്? ലൈക്ക് അങ്ങനെ ഇപ്പൊ കൊച്ചിലൊക്കെ നമുക്ക് ഭയങ്കര പൊസസീവ് ഫൈറ്റ്സ് ഉണ്ട്. ഇപ്പൊ വി ഡോണ്ട് റിയലി കെയർ. നമുക്കല്ല, കൊച്ചിലെ എനിക്ക് ഞാൻ പൊസസീവ് ആയിട്ടുള്ള ഫൈറ്റ്സ് ഉണ്ടാക്കാറുണ്ടായിരുന്നു. നൗ ഐ ഡോണ്ട് കെയർ. അടുത്ത ആരാ? ഞാനോ റിയ? Am I? Yeah. Do I? Your turn. The next question is, do you ever wish you have few or more siblings? റിയ എഴുതി നോ, ഐ എം ഗുഡ്. ഞാൻ എഴുതി നോ, നീമ ഇസ് ദ ബെസ്റ്റ്. നീമയാണ് റിയയുടെ ചേച്ചി. ഒരു 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 4-5 ചേച്ചിമാരും ചേട്ടന്മാരും ഉണ്ടാവുന്നതിന് തുല്യമാണ് നീമ ചേച്ചിയെ പോലെ ഒരു ചേച്ചി ഉണ്ടാവുന്നത്. സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ ആഗ്രഹമായിരുന്നു, അത് സ്കൂളിൽ പഠിക്കുമ്പോൾ എന്നല്ല, കൊച്ചായിരുന്നപ്പോൾ എൻ്റെ ആഗ്രഹമായിരുന്നു നീമ ചേച്ചിയെ പോലൊരു ചേച്ചി എനിക്കുണ്ടായിരുന്നു, എനിക്കുള്ളായിരുന്നു എന്നൊക്കെ. പക്ഷെ ഇപ്പൊ കിട്ടിയല്ലോ, ഞാൻ തന്നില്ലേ. അതെ അതെ അതെ. ഐ എം ഷെയറിംഗ്. നോ. അപ്പൊ ചോദ്യം ഇതായിരുന്നു, റിയയ്ക്ക് കൂടുതൽ സിബ്ലിങ്സ് വേണം എന്ന് ആഗ്രഹമില്ല. റിയ നീമയിൽ ഹാപ്പിയാണ്. അത് തന്നെയാണ് ഞാനും എഴുതിയത്. We have a point. Which meal is my favorite? Breakfast, lunch or dinner? Okay, I think we'll get this wrong. ഇത് കറക്റ്റ് ആയിട്ട് കിട്ടിയാൽ നമ്മൾ ഭയങ്കര സിങ്കാണ്. It's which meal is my favorite, okay? Which is the meal I really need alla. Which meal is my favorite? ഞാൻ ഓൾറെഡി എഴുതി കഴിഞ്ഞു. ഡോണ്ട് ഓവറായിട്ട് വായിക്കേണ്ട ആവശ്യമില്ല. Lunch because of diet, but she loves dinner. Okay, I've written lunch. Yeah, lunch obviously. I mean, I love dinner because dinner sounds nice. Like you know. ഞാൻ കറക്റ്റ് അല്ലേ? അതാ you wrote correct. അതായത് hey, shall we meet for dinner? അതല്ലേ fun actually. You meeting your friends for lunch is meeting your friends for dinner is a vibe. കാരണം കുറേ നേരം മീറ്റ് ചെയ്ത് പോകാം. പക്ഷേ എനിക്ക് സമാധാനം ഞാൻ ലഞ്ചിന് പോകുമ്പോഴാണ്. ബിക്കോസ് ഐ കീപ് മൈ ഡിന്നർ റിയലി ലൈറ്റ്. യുനോ ജസ്റ്റ് എനിക്ക് എന്നെ കൊടുത്ത ഡയറ്റിൽ ലഞ്ച് ആകുമ്പോൾ ഞാൻ നല്ല വിവരിച്ച് കഴിക്കും. സോ വി ഗോട്ട് ഇറ്റ് റൈറ്റ്. പോയിന്റ് ഇടാൻ മറക്കരുത്. Yes. Who was my first friend? Are they still in your life? Okay. Show me. I've written സ്കൂളിലാണെങ്കിൽ നമിത. I mean സ്കൂളല്ല, ആ ഒരു ഏജ് ആണെങ്കിൽ നമിത നാരായണി. ആൻഡ് യെസ്, ഷീ ഈസ് ഓഫ് കോഴ്സ് വെരി മച്ച് ഇൻ യുവർ ലൈഫ്. സൗദിയിലാണെങ്കിൽ ബേസിൽ ഓർ തോഷിയ ഓർ മറിയ. ആൻഡ് യാ ഓഫ് കോഴ്സ് ദേ ആർ ഓൾ ഇൻ യുവർ ലൈഫ്. വെരി കറക്റ്റ്. ആക്ച്വലി എൻ്റെ ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത് ആക്ച്വലി നമിത ഓർ ലവ്ലിൻ എന്നാണ്. ബിക്കോസ് നമിതയാണ് ഞാൻ ആദ്യം എഴുതിയ പേര്. നമിതയാണ് എൻ്റെ I think my first proper before friend. you met before Lovelin? I went to school also. Before you met Lovelin, you met Namita was my first friend, and we don't talk so much now. But and Ritika was my first friend, and at some point, Ritika and Namita were best friends. But I still have contact with Namita. അപ്പൊ നമുക്ക് പോയിന്റ് കിട്ടി. നമിത നാരായണി എന്റെയും ഒരിടയ്ക്കത്തെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു നമിത. നമിത ഇപ്പൊ ലണ്ടനിലാണ്. ആണോ? ഇടയ്ക്ക് നമ്മൾ സംസാരിച്ചു. ശരി, അടുത്ത ഞാനല്ലേ? ഇപ്പൊ എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. Who is my favorite teacher? Okay. Same answer 1,000 times. Ahaana Krishna teacher. We don't even have to cross check because she's my favorite teacher and also your favorite teacher. Who's your favorite tea? Narendra. Tea. Because I don't drink tea, so tea only goes to teacher. Okay, we have a point. Great. 10 പോയിന്റ് ആയി. അപ്പൊ എന്തായാലും കട്ട് ചെയ്യണ്ട ഫ്രണ്ട്ഷിപ്പ്. അതെന്തായാലും നന്നായി. Next is mine. What do I put on my pizza? What do you put on your pizza? Oh wow. Okay, I've written chicken, cheese, mushrooms, jalapenos, never broccoli.
You've written Actually, എനിക്ക് cheese, mushrooms chicken, jalapeno, corn. Cornum mushroom നമ്മൾ മാറ്റി മാറ്റി എഴുതി. But I Wow, guess not bad. not bad at all. ഒരിക്കലും ബ്രോക്കലി ഇടത്തില്ല, അതെനിക്കറിയാം. റിയയുടെ എല്ലാ ബ്രോക്കലിയും എനിക്ക് കിട്ടും because I love broccoli. I hate broccoli. Okay, we have a point there. What are 2 positive personality traits that I have? Oh shit. രണ്ടും Okay. തെറ്റാണ്. You wrote thoughtful. Thoughtful in basically ഉദ്ദേശിച്ചത് she always is concerned and thinks about the people around her. അതാണ് ഞാൻ 2 പോയിന്റ് I'm ആയിട്ട് happy to help. Correct. And I'm very loving. ഞാൻ actually loving എന്നാണ് ഫസ്റ്റ് എഴുതിയത്, പക്ഷെ ഞാൻ വിചാരിച്ചു അതും So do we get half a point? I think we should get the full point. പക്ഷെ നമുക്ക് ഒരു ഓർഗനൈസ്ഡ് ഞാൻ എഴുതിയില്ലല്ലോ. ഞാൻ ലവിംഗ് എന്ന് എഴുതിയിട്ട് കട്ട് ചെയ്ത്. കുഴപ്പമില്ല, അതിപ്പോ അവർക്ക് പറഞ്ഞിട്ട് We മനസ്സിലായി. get a point. I think we should get half a point. Okay. Yeah, because organized ഇപ്പൊ ഞാൻ എഴുതിയ പോലും ഇല്ലല്ലോ, ഞാൻ ചിന്തിച്ച പോലും ഇല്ലല്ലോ ആ ഒരു aspect. ഞാൻ ലവിംഗ് എഴുതിയതാ. My third good point is that I'm very cut and right, as you can see. ഉള്ളതായി പറയും ചെയ്യും. Am I a cookie, ice cream or a cake person? I think you might get this wrong. Yeah. Or do you want to do like in the order of my preference? Because എനിക്ക് മൂന്നും ആക്ച്വലി ഇഷ്ടമാണ്. Okay. കുക്കി, ഐസ്ക്രീം, കേക്ക്, ഇതിൽ ഏത് ഓർഡറിലായിരിക്കാം റിയ പ്രിഫർ ചെയ്യുക എന്നല്ലേ? Yeah. Shit. We screwed. Oh shit, I'm just not confident here. അയ്യോ പൊളിച്ചു. Okay, now that is a real sync. Yeah. അല്ലേ? Yeah. Because see, I've never seen her eat ice cream. Actually, really, I love because ice you always have a cold. Yeah. But actually I റിയക്ക് love. എപ്പോഴും തൊണ്ടവേദന കോൾഡ് No, ഉണ്ട്. also when we are together we don't eat ice We cream. never eat ice cream. But I love You love chocolate ice cream. Yeah. You love chocolate ice cream. And I love ice cream which has choco chips. Yeah, so എൻ്റെ മൈൻഡിൽ I'm thinking that അതാണ് എനിക്ക് സ്ട്രെസ് ആയത്. ഐസ്ക്രീം ആണ് ഇഷ്ടം എന്നാണ് എനിക്ക് ഫസ്റ്റ് എഴുതുന്നത്. But I've never seen you eat ice cream. But my mind is telling me that it's because you're mostly sick. I always have a cold. Cold. പക്ഷേ ഐസ്ക്രീം എനിക്ക്, ബട്ട് യു നോ I've told you once, എനിക്ക് ഐസ്ക്രീം കോൾഡ് ഉള്ളപ്പോൾ എനിക്ക് ഐസ്ക്രീം കഴിക്കാൻ ഇഷ്ടമാണ്. Yeah. That's right. I really am so that happy. is amazing. അതിന് ആക്ച്വലി ഒരു 5 പോയിന്റ് 5 പോയിന്റ് കൊടുക്കണം ആക്ച്വലി, ബട്ട് 1 പോയിന്റ് ആയിട്ടിട്ടുള്ളൂ. എന്റെ ജന്മത്തിൽ ഞാൻ അത് മറക്കത്തില്ല. Never buying you a cookie. Do I prefer sweet or savory foods? Oh, okay. Oh, okay. Good. What did you write? I wrote, I like both, but if I had to choose, savory. അതാണ് ഉദ്ദേശിച്ചത്. ഞാൻ അതിനെ You wrote ഷോർട്ട് ആയിട്ട് savory, sometimes sweet. കാണിക്കുക, അല്ലെങ്കിൽ അവർ വിചാരിക്കും ഞാൻ തെറ്റി വായിക്കാം. Savory, sometimes sweet. ഞാൻ എഴുതി രണ്ടും ഇഷ്ടമാണ്, പക്ഷെ പിക്ക് ചെയ്യണമെങ്കിൽ savory. Yes. ലൈക്ക് സ്വീറ്റ് ഇപ്പൊ നമ്മള് പക്ഷെ ഒരു limit ഇല്ലേ? ആൻഡ് മിക്ക ദിവസങ്ങളും we choose not to eat sweet also. Exactly. വേറൊന്നും കൊണ്ടല്ല. We have a point. What's my favorite color? അതെന്നെ അറിയാവുന്നതും അറിയാത്തതായിട്ടുള്ള എല്ലാവർക്കും ഫ്രഷ് ഞാൻ അങ്ങ് ബ്ലാക്ക് ആക്കി കളഞ്ഞു. റിയാസ് ഫേവറേറ്റ് കളർ ഇസ് ബ്ലാക്ക്. നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് ഫാഹിം, ഈ അടുത്ത് കല്യാണം കഴിച്ചത്. അവന്റെ ഫേവറേറ്റ് കളർ ബ്ലാക്ക് ആണ്. അവന് ബ്ലാക്ക് കളർ ഷർട്ട് ഒരു 50 എണ്ണം ഉണ്ടെന്ന് തോന്നുന്നു. എപ്പോൾ കണ്ടാലും either he doesn't wash his shirt or he has 50 black shirts. Yeah. Because he's always wearing a black shirt. ശരി, എൻ്റെ ടേൺ അല്ലേ? Do I like talking on the phone, texting, chatting in person or sending a voice note? Yeah. Wow, perfect. ഞാൻ എഴുതിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇപ്പം ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഇൻ പേഴ്സൺ ആണ് പ്രിഫർ ചെയ്യുന്നത്, നേരിട്ട് സംസാരിക്കാൻ അടുപ്പമുള്ള ആൾക്കാരുടെ അടുത്താണെങ്കിൽ. ഇപ്പൊ ഫോണിലാണെങ്കിൽ വോയിസ് നോട്ട്. ഞാൻ പറഞ്ഞു സംസാരിക്കാനും ഇഷ്ടമല്ല, ടെക്സ്റ്റിംഗ് കുഴപ്പമില്ല, വോയിസ് നോട്ട് ഉണ്ടെങ്കിൽ വോയിസ് നോട്ട്. ഞാൻ പറഞ്ഞു ടോക്കിംഗ് ഇൻ പേഴ്സൺ വിത്ത് ലവ്ഡ് വൺസ്, വോയിസ് നോട്ട്സ് ഓർ ടെക്സ്റ്റിംഗ് അതർവൈസ്. ഫോൺ നോ. Please don't call me. I don't like talking on the phone. Yeah.
റിയ വിളിക്കുമ്പോൾ പോലും ഞാൻ ഫോൺ എടുക്കാറില്ല. ഇഫ് ഇറ്റ്സ് ഏർജന്റ് ഷീ വിൽ മെസ്സേജ് ഇറ്റ്സ് ഏർജന്റ്. അപ്പോൾ ഐ വിൽ ബി ലൈക്ക് ഹലോ എന്താ. സോ എനിക്ക് ഇൻ പേഴ്സൺ ആണ് അടുപ്പമുള്ള ആൾക്കാരെടുത്തോ, റാൻഡം ആൾക്കാരല്ല. അല്ലെങ്കിൽ ഫോണിൽ വോയിസ് നോട്ട്. വി ഹാവ് എ പോയിന്റ്. ഗൈസ് AC ഓൺ ആക്ക്. AC ഉണ്ടായിരുന്നെങ്കിൽ ഓണാക്കായിരുന്നു. പിന്നെ ഇടാനും ആരുമില്ല. Does your bestie prefer mountain or beach? So are you a mountain or a beach person? I don't even know if it's right. Love to be a mountain person, but I'm a beach person. So what I've written is, adana mountain for like the whole beauty aspect of it, but beach for the weather. Because Riyaki mountains le poganana ആഗ്രഹം, പക്ഷേ it's too cold for you, right? It's too like I love what it looks like. Yeah. Correct. Mountain for the beauty, പക്ഷേ എനിക്ക് തണുപ്പ് സഹിക്കാൻ പറ്റില്ല ആക്ച്വലി. അതുകൊണ്ട് ബീച്ച് പോയ ടാൻ കിട്ടും. പക്ഷെ എന്നാലും അതും എനിക്ക് ആക്ച്വലി തണുപ്പും അലർജിയാണ്, വെയിലും അലർജിയാണ്. അപ്പൊ നമ്മുടെ കറക്റ്റ് അല്ലേ ആക്ച്വലി? കറക്റ്റ് ആണ്. Love to be a mountain person. സെന്റൻസ് ഒരേ സെന്റൻസ് ആവാം. But I'm a beach person. I have written mountain for its beauty, but beach for weather. Correct. So we have a point. My dream place to go. ഇതുവരെ പോയിട്ടില്ലാത്തതല്ലേ ഡ്രീം പ്ലേസ്? ഇതുവരെ പോയിട്ടുള്ള സ്ഥലങ്ങൾ ഡ്രീം പ്ലേസിലുണ്ടോ? Of course. But that's not a dream anymore, right? Shouldn't it be like a new place? I don't even know what that. Oh, okay. Good. Sure. Oh, yeah, true. അവിടെല്ലേ you want to go? Yeah, you actually wrote it correct. See, we wrote one thing in common. I wrote England. You wrote London as the second option. But her first thing she wrote is Southern Lights alla Northern Lights. Illa Southern Lights undu, which is Norway, Finland. No, I remember you saying. Yeah. Norway, Finland. Rhea actually adu correct aayittu Rhea ezhudiyadu Borealis ulla sthalam. Endo lights nanu ഞാൻ Northern Lights or London nanu Rhea ezhudiyadu. It's correct. ഞാൻ England ezhudi. പക്ഷേ we can get only half a point because you actually wrote the correct answer. Which means I actually know you, right? It's not like, see. Yeah. True. Which means I know you better than correct. you know. So you get 1.5 so actually avada recap. Okay, so we actually get a point. Because Yeah. this is not about me or you getting it right. It's about us getting it right. Yeah. And the dream place actually Northern Lights ulladuthu povananu, which is like Norway or Finland. Yo ende kannil pettannu endu kerbi. Amme. Which is actually my dream place. And I can't believe I forgot about it. Shame. So she gets a point. I mean, we get a point there. What fave inside joke do you and your best friend share? Inside joke എന്ന് പറയുമ്പോൾ അതൊരു നടന്നിട്ടുള്ളൊരു ജോക്ക് ആവാമല്ലോ. അതിനൊരു ഫണ്ണി മൊമെന്റ്. ഫണ്ണി മൊമെന്റ്. രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. Wine opening incident. Yeah. Bottle not opening. We laughed in someone's house. Yeah. We can't tell you too much details. പക്ഷെ നമ്മൾ ഒരാളുടെ വീട്ടിലായിരുന്നു. ആൻഡ് നമ്മളെല്ലാവരും ഒരു റൗണ്ട് ടേബിളിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ആ വീട്ടിലെ ആളിങ്ങനെ ഒരു ഫാൻസി ബോട്ടിൽ ഓപ്പണർ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ ഒരു ഭയങ്കര ഡെമോൺസ്ട്രേഷനൊക്കെ പറഞ്ഞിട്ട്, അല്ല ഡിസ്ക്രിപ്ഷനൊക്കെ പറഞ്ഞിട്ട് അതിങ്ങനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പോയപ്പോൾ അത് ഓപ്പൺ ആയില്ല. അത് ബേസിക്കലി അതൊരു ഫണ്ണി ഇൻസിഡന്റ് അല്ലായിരുന്നു. അല്ല, പക്ഷെ നമുക്ക് ചിരി വന്നു. അപ്പം നമ്മളിങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് ചിരിച്ചോണ്ടിരിക്കുകയായിരുന്നു, അമ്മ ഒറ്റയ്ക്ക് മിണ്ടാതെ. And at one point we looked at each other and we both are like laughing. എന്നിട്ട് നമുക്കാണെങ്കിൽ മറ്റേ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. So we got it right. Yeah, that's something I think that story will never get old. Yeah. Am I more extroverted or introverted? Extroverted but can zone off. അതാണ് Rhea എഴുതിയത്. Perfect. ഞാൻ എഴുതി ജനറലി എക്സ്ട്രോവേർട്ടഡ് ബട്ട് സംടൈംസ് ഐ നീഡ് മൈ സ്പേസ്. അതന്നെയാണ് സോൺ. പെർഫെക്റ്റ് ആക്ച്വലി അതാണ് കറക്റ്റ്. ഞാനാണ് ആക്ച്വലി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഷീ ബി ഇൻ ഹൈപ്പർ ജോളി മൂഡ്. സോ ഞാൻ എപ്പോഴും സട്ടിലാണ്. വെച്ചാൽ ഒന്നെങ്കിൽ നല്ലൊരു മൂഡിലായിരിക്കും, അല്ലെങ്കിൽ മിണ്ടാതിരിക്കും. മറ്റേ ഹൈപ്പർ ആവില്ല, ഹൈപ്പർ ആയിക്കൊണ്ടിരിക്കും. എന്നിട്ട് ഒരു പോയിന്റ് ആകുമ്പോൾ ആൾ സംസാരിച്ചുകൊണ്ടിരിക്കും. ഷീൽ ബി ലൈക്ക് ദിസ്. അവരിവിടെ ആയിരിക്കും ചിലപ്പോ ഞാൻ സ്വിച്ച് ഓഫ് ആയി പോകും, അങ്ങ് ഓഫ് ആയി പോകും, ചാർജ് തീർന്നു. ഹൈ വോൾട്ടേജ് പെട്ടെന്ന്
എന്നിട്ട് അങ്ങനെ തന്നെ ഇരിക്കുന്നു. പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. I just have to like പിന്നെ വീട്ടിൽ പോകണം. the next day has to just come by. Okay, so your turn അല്ലേ? What am I not very good at? Well, it's quite difficult honestly to think of. Actually, What are you not very good at? സ്പീഡിലൊന്നും എഴുതുന്നുണ്ടല്ലോ. Confrontations, but I lose it after a point. Shit, we got it wrong. I said making a conversation with a stranger. ആക്ച്വലി ആലോചിച്ച് നോക്കിയാൽ സ്റ്റാർട്ടിങ് എ കോൺവെർസേഷൻ ആണ് എന്റെ പ്രശ്നം. ഈ കോൺഫ്രണ്ടേഷൻസിൽ ഓൾസോ ഞാൻ കുറേ നേരം ഉണ്ടായിരിക്കും. ഇപ്പൊ എനിക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഐ just say. Yeah, but it also that's also stranger, not stranger. You don't if that have person to. is very important to me, then I can say. But if that person really doesn't mean so much, ഞാൻ കുറേ നാളും ഉണ്ടായിരിക്കും. പക്ഷെ പിന്നെ ഒരു ദിവസം അങ്ങ് പൊട്ടിത്തെറിക്കും. Yeah, Is confrontation. it similar? I think ഒരു point. Confrontation and conversation. It's about conversations. എന്നുവെച്ചാൽ അതുകൊണ്ടാണല്ലോ ഇതും ബുദ്ധിമുട്ട്. I think we can get half a point there, no? അല്ലേ? Yeah, half a point. Not bad. അത് ഞാനല്ലേ എടുക്കണ്ടേ? നീതാ. What do I order at a bar? Oh, you said lime soda or mojito. I said mocktails bracketly maybe lime soda or cranberry or something. It's like literally the same Same thing, yeah. You showed some face now. Yeah, so if you meet me at a bar, you know what to get for me. Point എഴുതണം. The question is, when did we see each other for the first time? School dance, I guess. Yeah, 4th standard annual day dance. Yeah, my memory is clearly sharper. Actually, 4th standard, the thing is, ഏത് പാട്ടായിരുന്നു എന്ന് പറ, അത് എഴുത്. ആ ആനുവൽ ഡേയുടെ പാട്ട് എഴുത്, സോ ദാറ്റ് ദീസ് പീപ്പിൾ ഡോണ്ട് തിങ്ക് ദാറ്റ് വി ആർ ചുമ്മാ റൈറ്റിംഗ്. തെറ്റിയ ഫുൾ പാട്ട് ലിറിക്സ് ആയിട്ട് എഴുതോ ഇനി? വേണ്ട, ഇത്ര എഴുതുന്ന എന്തിനാ? മറന്നുപോയി ഇടയ്ക്ക്. മേഹൂണല്ലേ തുംസെ മിൽക്കെ ഞാൻ എഴുതി ആ ഫോട്ടോ ആയിരിക്കും ഇപ്പൊ നിങ്ങൾ കാണുന്ന തൊപ്പിയിൽ ഇങ്ങനെ നിൽക്കുന്ന ഡാൻസ്. അപ്പൊ വി ഗെറ്റ് എ പോയിന്റ്. ആനുവൽ ഡേയുടെ ഒരു ഡാൻസ്. So the thing is, I remembered 4th standard, but I didn't put 4th standard because I remember 4th standard because you like told it. Okay, 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആനുവൽ ഡേയിലാണ് നമ്മൾ ഞാൻ സജനാൻഡിയുടെ ഡാൻസിൽ ആദ്യമായിട്ട് എത്തുന്നത്. അതിലാണ് നമ്മൾ പ്രോപ്പറായിട്ട് ആദ്യമായിട്ട് കാണുന്നത് അല്ലേ? പിന്നെ അപ്പൊ തൊട്ട് പിന്നെ കണ്ടോണ്ടേ ഇരുന്നു. ഐ ഷുഡ് ടേക്ക്. വാട്ട് സൈസ് ഷൂ ഡു ഐ വെയർ? You wrote 6. In the other scale it's 38. We both same size. I am broader, she is longer. റിയയുടെ കാല് കുറച്ചുകൂടി വണ്ണം കൂടുതലുണ്ട്, എന്റെ കുറച്ചും കൂടി but yeah, we wear the same size. 6, 38, the same thing. That's right. US UK. Point. Can I put a point? Okay. This is my last. Yeah. What makes me really angry? പക്ഷെ എനിക്ക് ഇതാണ് ഫസ്റ്റ് മനസ്സിലാവുന്നത്. Shit. അല്ല, actually what did you write? Breach of trust. Actually that one. I thought irresponsibility was my thing. Oh, actually if you think of it, yeah, that also makes you that makes you also angry. See, ഇപ്പോ in my ഇത്രയും എനിക്ക് ഇപ്പോ ഇങ്ങനത്തെ ആൾക്കാരൊന്നും എൻ്റെ ലൈഫിൽ ഇല്ലാത്തതുകൊണ്ടാണ് ആ ഒരു പെർസ്പെക്റ്റീവിൽ ചിന്തിക്കാത്തത്. But anyways we got it wrong. Let's just accept it. But it's all true. Yeah, it's all true, but we got it wrong. Yeah. I wrote breach of trust and lies, and she wrote irresponsible people. So such people don't go close to her. Actually, ഇതാണ് correct. ഇതും പക്ഷേ correct ആണ്. It's okay. What had a point it? But it's very different. Yeah, it's very different. They're both right. Actually. Yeah. Let's not be desperate for an award. Yeah, that's true. We don't. അയ്യോ ലാസ്റ്റ് ഞാൻ എടാ ഇത് ജീവൻ പണയം വെച്ച് കളിക്കണേ. ശ്രമിക്കാം.
What? Oh shit! I wish you got this. What And I genre? wish you got this. What genre of music is my favorite? Okay. I've written romantic, melodious songs. ഞാൻ പറഞ്ഞത് ഒന്ന് ഷി ലൈക്സ് ബോളിവുഡ് ഡാൻസ് മ്യൂസിക് ആൻഡ് ഓൾ മലയാളം സോങ്സ് കവർ സോങ്സ് Yeah, like എന്നും നിന്നെ പൂജിക്കാൻ അതല്ലേ റൊമാൻറ്റിക് സോങ്സ്, റൊമാൻറ്റിക് മെലോഡിയസ് സോങ്സ്. എന്റെ ആയിരുന്നെങ്കിൽ സിമ്പിൾ ആയിരുന്നു സൂഫി സംഗീതം, ഗസൽസ്. So we have a point, right? അങ്ങനെ ബേസിക്കലി ഞാൻ മൂഡ് അനുസരിച്ചാണ് ഇപ്പൊ നമ്മൾ ചുമ്മാ of course. ഒരു ബോളിവുഡ് ഡാൻസ് മ്യൂസിക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ കാർ ഡ്രൈവ്സിനൊക്കെ പോകുമ്പോഴത്തേക്ക് മിടികൾക്കിന്ന് വെളിച്ചം അങ്ങനത്തെ പാട്ടൊക്കെ നമ്മൾ ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. കാറ്റ് വന്നു, സൺസെറ്റ് ആവാറായി. നമുക്കിനി എന്താണെന്ന് പറഞ്ഞാൽ ഇനി നമുക്ക് പോയിന്റ് എണ്ണേണ്ട സമയമാണ്. ഓക്കെ, I think we did really well. I think we did pretty well. Like not ഭയങ്കര 100% എന്നല്ല. എനിക്കൊരു 4-5 മേബി തെറ്റിക്കാം. നമുക്ക് പോയിന്റ് എണ്ണിയാലോ? Out of 30 we have 21, 22, 23, 24. ഒരു പോയിന്റിൽ 24 points. We have 24 points, guys. actually great. Which is great. നമ്മൾ സിൽവറിലങ്ങ് ഇരിക്കുകയാണ്. Yeah, gold. But I think gold actually at the over. Yeah, I think it will look too. Yeah, because ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന ഒരു സാധനം. Okay, but bringing it 24 out of 30 points ആണ് നമുക്ക് കിട്ടിയത്, which means നമുക്ക് കിട്ടുന്നത് ഒരു സിൽവർ മെഡൽ ആണ്. Wait, let me make a silver medal for you actually. I'm a creative girl and I love doing creative stuff still. So that's the silver medal that we are both winning at the end of this game to honor our friendship. Gold കിട്ടാത്തതിൽ വിഷമമുണ്ടെന്ന് വെച്ചാൽ I mean we would have been kicked just like that if we get a gold. പക്ഷേ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് എപ്പോഴും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സാധനമല്ല. നമ്മുടെ ഏറ്റവും അടുപ്പമുള്ള ഫ്രണ്ട്സ് ആയിട്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അടിയാവുന്നത്, അത് പിന്നെ പാച്ചപ്പ് ആവുന്നത്, മേക്കപ്പ് ആവുന്നത്, എല്ലാം ആവുന്നത്. സോ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് ദ മോസ്റ്റ് ഫ്ലോലെസ് പെർഫെക്റ്റ് സീംലെസ് ബന്ധം, but it's about holding hands together at the end of time, even through all these moments. Alle, that's right. ennu parnu namukku ipo aashwasikam. So that's that. Fun ആയിരുന്നു അല്ലേ? ഇനി നമ്മൾ ഒരിക്കലും കൂടി ഈ ഗെയിം കളിച്ചാൽ ഫൺ ഉണ്ടാവില്ല. അല്ല, നമുക്ക് ഇതിൽ ഇനിയും സ്കോർ ചെയ്യാൻ പറ്റും. ലൈക്ക് ഐ തിങ്ക് ത്രൂ ദിസ് ഗെയിം വി ആക്ച്വലി ഗോട്ട് ടു നോ ഈച്ച് അതർ. We already know each other well. Cookie chocolate ice cream super ആയിരുന്നു. അതൊരു മൊമെന്റ് ആയിരുന്നു. ഇന്നത്തെ മൊമെന്റ് ഓഫ് ദ ഡേ വാസ് ദാറ്റ് ഐസ്ക്രീം നമുക്ക് കേക്ക് ഇവിടുന്ന് പോയി ഒരു ഐസ്ക്രീം കഴിച്ചാലോ? Yeah, maybe we can think about it. വേണമെങ്കിൽ 3 cheers chocolate പോയി കഴിക്കാം. We can probably think of that. Anyways, അപ്പം we had fun. നമ്മൾ ആക്ച്വലി നമ്മളെ തന്നെ കുറച്ചും കൂടി ഇച്ചിരി കൂടി അറിഞ്ഞു. ആക്ച്വലി ഇനി ഈ ക്വസ്റ്റ്യൻ ഇതിൽ വന്ന ഏതെങ്കിലും ക്വസ്റ്റ്യൻ ആരെങ്കിലും നമ്മളോട് ചോദിച്ചാൽ നമ്മൾ ഏസ് ചെയ്യും. എനിക്ക് തോന്നുന്നു ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കും ചിലപ്പോൾ നമ്മൾ രണ്ടുപേരെയും കുറച്ചും കൂടി അറിയാൻ പറ്റി കാണും. ആൻഡ് we had fun. I hope you guys had fun too. So that's about it. Once again, happy Friendship Day. I'm glad that we passed with flying colors actually. നമുക്ക് സ്കൂളിൽ പോലും I think 24 on 30 ഒന്നും നമുക്ക് അധികം കിട്ടിയിട്ടില്ല അല്ലേ? ഇല്ല. I think we did great. And ഈ ഫ്രണ്ട്ഷിപ്പ് കട്ട് ചെയ്തെറിയേണ്ട ഒരു അവസ്ഥയിൽ നിന്നും മച്ച് ഉയരത്തിലാണ് നമ്മൾ പെർഫോം ചെയ്തത്. I think we should be proud. We've been friends for how many years now? Okay, 2004 നമ്മൾ ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നത്. നമ്മൾ 4th standard means 2004. But 2020 what 23 അല്ലേ? 19 years. 2023 minus 2004 എത്രയാ? 19. അടുത്ത വർഷം നമുക്ക് സെലിബ്രേറ്റ് ചെയ്യണം 20 വർഷത്തെ. It's actually a really long time. Yeah, it is. കണ്ണ് വെക്കല്ലടാ. Please. അപ്പം ഒരു മിനിറ്റ് കണ്ണ് വെക്കാതിരിക്കാൻ. ഓവർ കണ്ണ് വീഴും. So happy Friendships Day. Friendship ആണോ? Happy Friendship Day once again. If you liked this video, ഞാൻ പറഞ്ഞോട്ടെ. If you like this video,
ഹാങ് ഔട്ട് വിത്ത് യുവർ ഫ്രണ്ട്സ്, പ്ലേ ദിസ് ഗെയിം വിത്ത് ദം. അപ്പൊ നിങ്ങൾ അറിയും കട്ട് ചെയ്യണോ. എന്നിട്ട് പറയണം, എന്നിട്ട് ഇതിന്റെ കമന്റ് ബോക്സിൽ വന്ന് പറയണം നിങ്ങളും ഫ്രണ്ട്സുമായിട്ട് എത്ര കളിച്ചപ്പോ പോയിന്റ് കിട്ടി, എത്ര പോയിന്റ് കിട്ടി, ഗോൾഡ് ആണോ സിൽവർ ആണോ ബ്രോൺസ് ആണോ കട്ടാണോ. ഓക്കെ. പിന്നെ വേണമെങ്കിൽ ഐസ്ക്രീമും പോയി കഴിച്ചോ. 3 cheers chocolate. 3 cheers chocolate from Baskin Robbins. And no, this is not ad for them. എന്നാലും ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് കുഴപ്പമില്ല. അപ്പൊ ശരി, bye bye, toodles. Once again, happy friendship day all my friends, my 1 million friends and you. Bye. അപ്പൊ unsubscribe.